ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് തലസ്ഥാനത്ത് വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കോലിളക്കങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടും വലിയ വലിയ എന്താ പറയാ, എനിക്കൊന്ന് കേരളത്തിലൊന്നും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഭീകരമായ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ എന്താകും ഈ സമരത്തിന്റെ അന്ത്യം എന്തായിരിക്കും? അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ, അതോ എങ്ങനെയായിരിക്കും, സംരക്ഷിക്കപ്പെടുമോ, എങ്ങനെ പോകും? ഇതിന്റെ ഒരു എൻഡ് വേണമല്ലോ, എങ്ങനെയായിരിക്കും? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇത് ഇപ്പോൾ ഒരു ഏറ്റെടുത്ത സമരം എന്നുള്ള നിലയിലാണ്. കാരണം നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പാർട്ടി അവരവിടെ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇത്രയും നാളിനകത്ത് വെച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്നാമത്തെ പോയിന്റ് അവിടെയാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അവർക്ക് ആഭിമുഖ്യത്തോടു കൂടി സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ ഏറെ നാളായി നിരാഹാര സമരം നടത്തുകയും ആ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഇപ്പോൾ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. എന്നാൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതെന്താണ് ഇത്രയും വലിയൊരു സംഘർഷമായി മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയുടെ സമയം നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. രാഹുൽ ഗാന്ധി മാത്രം വൈറ്റ് ഡ്രസ്, പിന്നെ ഡ്രസ് കോഡ് കീപ്പ് ചെയ്യണം, ബ്ലാക്ക് ഇട്ടിട്ട് അവർ പ്രതിഷേധിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് പാർലമെൻറ്റ് കൂടുകയല്ലേ. അപ്പം പാർലമെൻറ്റ് എനിക്ക് തോന്നുന്നു ശീതകാല സമ്മേളനം കൂടുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന ഒരു നിലയിലേക്ക് അവരൊക്കെ ഇത് ഉണ്ടാവണമല്ലോ. പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് ഇവർക്ക് ഉറപ്പായിട്ടും ഇവർ ഈ രീതിയിൽ ബ്ലാക്ക് ഒക്കെ ഇട്ട് പ്രതിഷേധിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകണം. സ്വാഭാവികമായി നടക്കുന്ന കടമയാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇവിടെ നോക്കിക്കോളൂ, രാഹുൽ ഗാന്ധി എവിടേക്ക് വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് പുള്ളി പ്ലഷറൊക്കെ അടിച്ച് പുള്ളി റിലാക്സ് മൂഡിൽ ഇങ്ങനെ ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്നു. ഡൽഹിയിലേക്ക് തിരിച്ച് എത്തിയ അദ്ദേഹം ചെയ്യുന്ന അടുത്ത പരിപാടി എന്താ? ഓക്കെ, ഞാൻ വന്നെത്തി, ഇനി നമുക്ക് നമ്മുടെ സമരം. അതായത് ഇവിടെ ഈ സമരം ശരിക്കും പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഇപ്പോഴില്ല. ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലവിൽ ഡൽഹിയെ കേന്ദ്രീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിയുകയും ചെയ്തു. ഇനി വരണം. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനിയും കിടക്കുന്ന ഒരു 3 വർഷം കൂടി. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും അവിടെ പെൻഡിങ് നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ സമരത്തെ എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാനൊരു പ്രതിപക്ഷ നേതാവല്ലേ, ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് അല്ലേ, ഞങ്ങൾ ഇതിനകത്ത് പ്രതിഷേധിച്ചില്ലെങ്കിൽ അത് വലിയ മോശമായി മാറില്ലേ എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടാവാം. കാര്യം ഇത്രയും മണ്ടത്തരം ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാകാമെന്ന് തോന്നുന്നു. കാര്യം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ സമയം നോക്കിയിട്ട് രാഹുൽ ഗാന്ധി രാജ്യത്തുള്ള സമയത്ത് മാത്രം രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളോട് പ്രതികരിക്കുന്ന ഈ ഒരു രീതി 75 വർഷം ഭയങ്കര മഹത്തായ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ രാജ്യത്തൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ അതാത് സമയത്ത് നമുക്കറിയാം, VVG റാംജിയോ അങ്ങനെ പറയുന്ന രീതിയിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് ആ സമയത്ത് ജർമ്മനി പോയി BMW ബൈക്ക് ഓടിക്കുകയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആ ബില്ല് പാസ്സാവുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ പോലും നിരുത്തരവാദപരമായ സമീപനം പുലർത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ രാജ്യത്തേക്ക് വന്ന് ഇമാതിരി കോപ്രായം കാണിക്കുന്നതെന്ന് പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാര്യം പൊളിറ്റിക്കലി കോൺഗ്രസിന് യാതൊരു ഗെയിൻ ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ മുതൽ തന്നെ ഈ CJPയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യം ഉത്തർപ്രദേശ് അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം 12ഓളം കുട്ടികളാണ് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അവരുടെ മരണത്തിന് ശരിക്കും ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണെന്നേ. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, കാര്യം 12 കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമമായ ആവശ്യം. CJP ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യം അത് തന്നെയാണ്. ആ ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു നമ്മുടെ പ്രതിപക്ഷം എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും തന്നെയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുള്ളൂ. ഡൽഹി അറയിലാണ്, രേഖാ ഗുപ്തയാണ് അവിടുത്തെ CM, അതായത് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പം അവിടെ ആരാണ്? BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി. ആ ഡൽഹി പോലീസ് ഉണ്ട് അവിടെ. തലസ്ഥാന നഗരിയിൽ ബാക്കി കൊണ്ട് ഇപ്പം ബംഗാളിൽ നിന്ന് CRPF ഒരു ടീമിനെ കൂടെ അവിടേക്ക് ഇറക്കാൻ പോകുന്നു
എന്ന് പറയുന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഡൽഹി എന്ന് പറയുന്ന ഒരു സ്ഥലം വളരെ വലിയ കലാപ കലുഷിതമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്റർനെറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും വലിയ ഭീകരമായ അവസ്ഥയിലേക്ക് പോകും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെയിൽ, മെട്രോ, കർഷക സമരം ഓർമ്മ വരുന്നുണ്ട്, ട്രെയിൻ, അത് ഇത് എല്ലാം, ഇന്റർനെറ്റ്, വൈദ്യുതി എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഇതിനു മുൻപ് നേരത്തെ വിദ്യ സൂചിപ്പിച്ച പോലെ കർഷക സമരം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഈ കർഷക സമരത്തിൽ പോലും ഒരു ഗുണം, ഒരു ബൂം ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദാരുണമായ ഒരു അനുഭവമാണ്. സാക്ഷി മല്ലിക് എന്ന് പറയുന്ന ഒരു പിന്നെ ഗുസ്തി താരത്തെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പിൽ എന്തോ വലിയ വിജയം നേടാൻ കഴിയുമെന്ന് വിചാരിച്ചു. അതും പൊളിഞ്ഞ് പാളീസായില്ലേ. ആ സമയത്ത് എന്തായിരുന്നു, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ റെസ്ലിംഗ് ഫെഡറേഷന്റെ അധ്യക്ഷൻ, ആ അധ്യക്ഷൻ അവിടെ പറയുന്ന പിന്നെ അവിടുത്തെ ഗുസ്തി താരങ്ങളോട്, വനിതാ ഗുസ്തി താരങ്ങളായ പെൺകുട്ടികളോട് മോശമായി പെരുമാറി പോക്സോ അടക്കമുള്ള കേസുകൾ ചുമത്തപ്പെട്ടു. അതിനെതിരെ ഈ ഗുസ്തി താരങ്ങൾ, വനിതാ താരങ്ങൾ എല്ലാവരും കൂടി അവിടെ സമരമിരുന്നു. എന്നിട്ട് ആ സമരമിരുന്ന ആ സാഹചര്യത്തിൽ പോലും അവിടേക്ക് എത്തി നോക്കാൻ പോലും നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല. ആ സമരം എത്രയോ ഒടുവിൽ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരാമെന്നും ഇതിനെ ഒരു പൊളിറ്റിക്കലി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാമെന്നും ഇയാരൊക്കെ ഉപദേശിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ സമരം. എന്തിന്, നമ്മുടെ പി ടി ഉഷ പോലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ കൂവി ഓടിച്ചു വിട്ടവരാണ് നമ്മുടെ റെസ്ലിംഗ് താരങ്ങളെന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് അതിൽ ഒരാളെ അവിടെ കൊണ്ടുവന്നിട്ട് ഹരിയാനയിൽ സ്ഥാനാർത്ഥി വരെ ആക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് വലിയ തന്ത്രം മെനഞ്ഞു. പക്ഷെ അതെല്ലാം പൂട്ടിപ്പോകുന്നൊരു സാഹചര്യം വന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. കാര്യം ഇതുവരെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്താ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു നിലപാടിൽ നിന്ന് വ്യതിചലനമാകും ഇനി എന്ത് രാജിവെച്ചാൽ. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ പൊതുജനത്തിന് മുമ്പിൽ സമ്മതിക്കുകയാണ്, നീറ്റ് പരീക്ഷാ ക്രമക്കേടും UGC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പരസ്യമായി സമ്മതിക്കുന്നതിന് തുല്യമാകും. അപ്പോൾ അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു കാരണവശാലും NDA മുന്നണിയും ആവശ്യപ്പെടില്ല, പ്രധാനമന്ത്രിയും ആവശ്യപ്പെടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ സമരത്തിൽ നിന്ന് അവർ പിന്മാറത്തില്ലല്ലോ. സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള വേറെ ബാക്കപ്പ് അവർ കണ്ടെത്തുന്നേ. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ രാജ്യത്ത് ജനാധിപത്യത്തെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തി ആർജിച്ചു നിൽക്കുന്ന ശക്തമായ ഒരു പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞാൽ. അല്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശക്തമായ ഒരു പാർട്ടി. നമുക്ക് അറിയാം, കേരളത്തിൽ പോലും ഒരു സംഭവം ഉണ്ടായിട്ട് 25 കോടി ഒഴുകിയതാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 25 കോടി രൂപ. കേരളത്തിൽ മൊത്തം തെരഞ്ഞെടുപ്പ് നടക്കാൻ അത്രയും പൈസ മതിയാവും. അത്രയും കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്, അതായത് 90 ലക്ഷം രൂപയോ അങ്ങോട്ട് 1 കോടിയോ അങ്ങോട്ട് ആണെന്ന് തോന്നുന്നു എനിക്കത്, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പരമാവധി ഒരു മണ്ഡലത്തിൽ ചിലവാക്കാൻ കഴിയും തുക. അപ്പോൾ 25 കോടി ഇപ്പൊ പുറത്തേക്ക് വന്ന കണക്കാണ് ഞാൻ പറയുന്നത്. 25 കോടി അല്ലാതെ എത്ര കോടിക്കണക്കിന് രൂപ ഇവിടെ വന്നിട്ടുണ്ടാകും എന്നുള്ളത് കണക്കുകളല്ല, കണക്കില്ലാത്ത പൈസ. ഇനി ആരെങ്കിലും ഒക്കെ ഈ BJP ആയിട്ട് പിണങ്ങിയിട്ട് വിവരം പുറത്തേക്ക് വിടുമ്പോൾ നമുക്കറിയാം 100 ആണോ 200 ആണോ 300 കോടിയാണോ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നതെന്നുള്ള കണക്ക് പിന്നീട് വരും. അപ്പൊ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഇവിടുത്തെ സിസ്റ്റത്തെയും ഇവിടുത്തെ ജനാധിപത്യത്തെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് മുന്നിൽ ഈ പറയുന്ന പ്രതിഷേധവുമായി നിൽക്കുന്ന ഏതെങ്കിലും, അതായത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇവർ പലയിടങ്ങളിൽ, ഇപ്പം നമ്മൾ ബംഗാൾ തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇനി അവരെയൊക്കെ എങ്ങനെയാണ് പറിച്ചു മാറ്റുന്നത്? അസമിൽ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന പല നേതാക്കന്മാർക്കെതിരെ ഒരു ED അന്വേഷണം പ്രഖ്യാപിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ ഇതെല്ലാം. അസമിലെ ഹിമന്ത് ബിശ്വ ശർമ്മ അടക്കമുള്ള, നമ്മുടെ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം, നേരത്തെ നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിട്ടിരുന്ന അയാൾ അടക്കമുള്ളവർ എന്തുകൊണ്ട് BJPയിലേക്ക് പോയി എന്ന് ചോദിച്ച ഒറ്റ മറിച്ചുള്ളൂ. തൻ്റെ പേരിൽ കിടക്കുന്ന അഴിമതി കഥകൾ നാളെ ജനം അറിയരുത്. അതാണ് സംഭവം. തൻ്റെ പേരിൽ കിടക്കുന്ന അഴിമതി കഥയ്ക്ക് താൻ കെണി വീഴരുത് എന്ന് പറയുന്ന. അപ്പോൾ അവരുടെ കയ്യിലാണ് സംവിധാനം ഇരിക്കുന്നത്, സിസ്റ്റം മുഴുവൻ അവരുടെ കയ്യിലാണ്. ഇപ്പോൾ ഇതിനകത്ത് അവർ തെരഞ്ഞു പിടിച്ച് നോക്കി വെക്കും. അമിത്ഷായിലെ ആൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ, പുള്ളി അവിടെ നിന്നിട്ട് പേരെഴുതി വെക്കും, ഇന്ന ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. CJP മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ ജെൻസി കുട്ടികളാണ്. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ സമരം ശക്തമായി തുടരും. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമരം, അതായത് ഇപ്പൊ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമരം ഇപ്പം ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടും. അധിക കാലമൊന്നും വേണ്ട. ചിലപ്പോൾ ഈ ഒരു സമരം തൽക്കാലം ഈ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോഴേ കാരണം ചർച്ചകൾ നടക്കും. അപ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിക്കൊക്കെ അപ്പൊ രാഹുൽ ഗാന്ധിക്ക് വേറെ എന്തെങ്കിലും പരിപാടി, ഇപ്പം ജർമ്മനി പുതിയ കാർ ഇറങ്ങി, അപ്പൊ അത് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒറ്റ അപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയില്ല, സോണിയാഗാന്ധി അറിയില്ല, പ്രിയങ്ക ഗാന്ധി അറിയില്ല,
ഒരൊറ്റ പോക്കങ്ങ് പോകും. എന്നിട്ട് നാളെ നേരം വിളിക്കുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അടുത്ത സമരത്തിനായിട്ട് അവിടെ ഒന്നും മുറവിളി കൂട്ടാൻ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല, എന്നാൽ പിന്നെ നമുക്ക് നാളെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പിരിഞ്ഞു പോകും. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്താണ് പല പദ്ധതികളും ഇവർ ആവിഷ്കരിക്കുന്നത്. സമരമായിട്ടാണെങ്കിലും പ്രക്ഷോഭമായിട്ടാണെങ്കിലും ഇനി സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുന്ന പോലും ഇവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ സമയം അനുസരിച്ച്. ഇനി കുറച്ച് ദിവസം ഈ സഭാകാലം വരെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെയും പോകും. അപ്പൊ ഈ സമരം അവസ്ഥയിലേക്ക് പോകും. അല്ലാതെ ഇതിപ്പം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മാത്രമാണ് തൽക്കാലം ഒന്ന് ഇളകിയത്. പിന്നെ തന്നെയല്ല, ഒന്ന് ED, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിലക്കെടുക്കൽ നടക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും ആസ്തിയുള്ള ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ BJP ആണ്. അപ്പോൾ വിലക്കെടുക്കാൻ കഴിയും. അതായത് ഇവരെയൊക്കെ നിങ്ങൾക്ക് ഇത്ര ഞാൻ ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ഞാൻ അങ്ങ് മാറിയേക്കണേ എന്ന് അവർ പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. അവർക്ക് എന്താ വേണ്ടത്? എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? പണം ഉണ്ടാക്കുക, അല്ലാതെ പണവും അധികാരം ഇനി ഏറെക്കാലത്തേക്ക് കിട്ടാൻ പോകുന്നില്ല. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറെ കാലത്തേക്ക് ഇനി അധികാരത്തിന്റെ അവിടെ പിന്നെ എന്താ പറയുക, പ്രധാനമന്ത്രി കസേരയൊക്കെ കയറി ഇരിക്കുക എന്നുള്ള വ്യാമോഹം മാത്രമാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ഇനി കിണഞ്ഞ് പരിശ്രമിച്ചാലും അദ്ദേഹം ഇനി ഒരു 70-75 വയസ്സായാലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് പിന്നെ അവിടെ പോയി പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ കഴിയും എന്നുള്ള കാര്യം. കാരണം അത്രത്തോളം ഇപ്പം അദ്ദേഹത്തിന് ഒരു 50 വയസ്സിന് മേലെ പ്രായമുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു പക്വത രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ ഈ പറഞ്ഞ 70-75 വയസ്സെത്തിയാലും അദ്ദേഹത്തിന് ഒരു പക്ഷേ പ്രധാനമന്ത്രി ആകാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ പോയിട്ടൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ആകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ നിലയിലേക്ക് അധപ്പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പണം എറിഞ്ഞിട്ടാണെങ്കിലും EDയെ കാട്ടി പേടിപ്പിച്ചിട്ടാണെങ്കിലും ഈ സമരത്തിൽ പൊളിറ്റിക്കലി നിൽക്കുന്ന ആളുകൾ പിന്മാറും. പക്ഷേ CJP എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ തന്നെ നിൽക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.